വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. എസ്തറിന്റെ പുസ്തകം 13-ാം അധ്യായം 8 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവിന്റെ സകല പ്രവൃത്തികളും അനുസ്മരിച്ച് കർത്താവിനെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, കർത്താവെ, എല്ലാ വസ്തുക്കളെയും ഭരിക്കുന്ന രാജാവായ കർത്താവെ, എല്ലാ വസ്തുക്കളും അങ്ങയുടെ അധീനതയിലാണ്. ഇസ്രായേലിനെ രക്ഷിക്കാനുള്ള അങ്ങയുടെ താല്പര്യത്തിൽ അങ്ങയോട് മറുത്തു നിൽക്കാൻ ആരുമില്ലല്ലോ. എന്തെന്നാൽ ആകാശവും ഭൂമിയും ആകാശത്തിനു കീഴിലുള്ള വിസ്മയനീയ കാര്യങ്ങൾ സകലവും അങ്ങ് സൃഷ്ടിച്ചു. അങ്ങ് എല്ലാറ്റിന്റെയും കർത്താവാണ്. കർത്താവായ അങ്ങേക്കെതിരെ നിൽക്കാൻ ആർക്കുമാകില്ല. അങ്ങ് എല്ലാം മനസ്സിലാക്കുന്നു. പരിഹാസത്തോടെയോ ഔദിത്യം കൊണ്ടോ മഹത്വ പ്രതീക്ഷയോടെയോ അല്ല ഞാനിതു ചെയ്യുന്നത്. അതായത് അഹങ്കാരിയായ ഹാമാന്റെ മുമ്പിൽ ഞാൻ കുമ്പിടാത്തതെന്ന് കർത്താവെ അങ്ങ് അറിയുന്നു. ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി അവന്റെ ഉള്ളംകാൽ പോലും ചുംബിക്കുന്നതിന് എനിക്ക് സന്തോഷമായിരുന്നേനെ. എന്നാൽ ഞാൻ ഇത് ചെയ്തത് മനുഷ്യന്റെ മഹത്വം ദൈവത്തിന്റെ മഹത്വത്തെക്കാൾ ഉയർത്തിക്കാട്ടാതിരിക്കാനാണ്. എന്റെ കർത്താവായ അങ്ങേയല്ലാതെ മറ്റാരെയും ഞാൻ ആരാധിക്കുകയില്ല. അഹങ്കാരത്താൽ ഇവ ഞാൻ ചെയ്യുകയുമില്ല. ആകയാൽ രാജാവും ദൈവവുമായ കർത്താവേ, അബ്രാഹത്തിന്റെ ദൈവമേ, അങ്ങയുടെ ജനത്തെ രക്ഷിക്കണമേ. നശിപ്പിക്കാനായി അവർ ഞങ്ങളുടെ മേൽ കണ്ണുവച്ചിരിക്കുന്നു. ആരംഭം മുതലേ അങ്ങയുടെ അവകാശമായിരിക്കുന്നതിനെ നശിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. ഈജിപ്തു നാട്ടിൽ നിന്ന് അങ്ങേക്കായി അങ്ങ് വീണ്ടെടുത്ത അങ്ങയുടെ ഓഹരി അവഗണിക്കരുതേ. എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങയുടെ അവകാശത്തിന്മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ വിലാപം സന്തോഷമാക്കി മാറ്റണമേ. അങ്ങനെ കർത്താവെ, ഞങ്ങൾ ജീവിക്കുകയും അങ്ങയുടെ നാമത്തിന് സ്തുതി പാടുകയും ചെയ്യട്ടെ. അങ്ങയെ സ്തുതിക്കുന്നവരുടെ അധരങ്ങൾ നശിപ്പിക്കരുതേ. എല്ലാ ഇസ്രായേൽക്കാരും അത്യുച്ചത്തിൽ വിളിച്ചപേക്ഷിച്ചു, കാരണം തങ്ങളുടെ മരണം അവരുടെ കൺമുമ്പിൽ ഉണ്ടായിരുന്നു. എസ്തറിന്റെ പുസ്തകം 14-ാം അധ്യായം 1 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ. എസ്തർ രാജ്ഞി മരണതുല്യമായി ഉത്കണ്ഠയ്ക്ക് അധീനയായി കർത്താവിങ്കിലേക്ക് ഓടി. അവൾ തന്റെ പ്രാഭവത്തിന്റെ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് ദുഃഖത്തിന്റെയും വിലാപത്തിന്റെയും വസ്ത്രം ധരിച്ചു. വിലയേറിയ സുഗന്ധദ്രവ്യങ്ങൾക്കു പകരം ചാരവും ചാണകവും കൊണ്ട് അവൾ തന്റെ തല നിറച്ചു. ശരീരം അത്യന്തം എളിമപ്പെടുത്തി. അലങ്കരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന തന്റെ ശരീരഭാഗങ്ങൾ ചിതറിയ തലമുടി കൊണ്ട് മറച്ചു. അവൾ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു: എന്റെ കർത്താവേ, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ രാജാവ്. അങ്ങല്ലാതെ മറ്റൊരു തുണയില്ലാത്തവളും ഏകയുമായ എന്നെ സഹായിക്കണമേ. എന്നാൽ എന്റെ അപകടം എന്റെ അടുത്തെത്തിയിരിക്കുന്നു. കർത്താവേ, അങ്ങ് സകല ജനതകളിൽ നിന്നും ഇസ്രായേലിനെയും ഞങ്ങളുടെ പിതാക്കന്മാരെ അവരുടെ എല്ലാ പൂർവികന്മാരിൽ നിന്നും ഒരു ശാശ്വത അവകാശമായി തിരഞ്ഞെടുത്തുവെന്നും അങ്ങ് പറഞ്ഞിരുന്നതെല്ലാം അവർക്കായി നിറവേറ്റിയെന്നും ജനനം മുതൽ ഞാൻ എൻ്റെ കുടുംബഗോത്രത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ പാപം ചെയ്തിരിക്കുന്നു. അങ്ങ് ഞങ്ങളെ ഞങ്ങളുടെ ശത്രുക്കളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു. എന്തെന്നാൽ കർത്താവേ, നീതിമാനായ അങ്ങേക്ക് പകരം ഞങ്ങൾ അവരുടെ ദേവന്മാരെ മഹത്വപ്പെടുത്തി. ഞങ്ങൾ കൈപ്പേറിയ അടിമത്തം അനുഭവിക്കുന്നത് കൊണ്ട് മാത്രം അവരിപ്പോൾ തൃപ്തരല്ല. അവർ തങ്ങളുടെ വിഗ്രഹങ്ങളോട് ഉടമ്പടി ചെയ്തിരിക്കുന്നു. അങ്ങയുടെ അധരങ്ങളുടെ കൽപ്പന പിഴുതെറിയാനും അങ്ങയുടെ അവകാശം നശിപ്പിക്കാനും അങ്ങയെ സ്തുതിക്കുന്നവരുടെ അധരങ്ങൾ തടയാനും അങ്ങയുടെ ഭവനത്തിന്റെയും അങ്ങയുടെ ബലിപീഠത്തിന്റെയും മഹത്വം ഇല്ലാതാക്കാനും വ്യർത്ഥങ്ങളുടെ മഹത്വീകരണത്തിലേക്ക് ജനതകളുടെ അധരങ്ങൾ തുറക്കാനും മർത്യനായ ഒരു രാജാവിനെ എന്നേക്കുമായി മഹത്വപ്പെടുത്താനും വേണ്ടിയാണിത്. കർത്താവെ, അസ്തിത്വമില്ലാത്തവയ്ക്ക് അങ്ങയുടെ ചെങ്കോൽ ഏൽപ്പിക്കരുതേ. ഞങ്ങളുടെ പതനത്തിൽ അവർ ഞങ്ങളെ പരിഹസിക്കാനിടയാക്കരുതേ. പ്രത്യുത അവരുടെ പദ്ധതി അവർക്കെതിരെ തിരിക്കണമേ. ഞങ്ങളെ ഭരിക്കാനിറങ്ങിയവനെ പരിഹാസ്യനാക്കണമേ. കർത്താവെ,
അങ്ങ് ഓർക്കേണമേ. ഞങ്ങളുടെ കഷ്ടദിനങ്ങളിൽ അങ്ങ് അറിയപ്പെടട്ടെ. ദേവന്മാരുടെ രാജാവേ, സകല അധികാരത്തിന്റെയും അധിപതിയെ, അങ്ങ് എന്നെ ധൈര്യപ്പെടുത്തണമേ. സിംഹത്തിന്റെ മുമ്പിൽ എൻ്റെ അധരങ്ങൾക്ക് ഭാഷണ ചാതുര്യം നൽകണമേ. ഞങ്ങൾക്കെതിരെ പൊരുതുന്നവനെ വെറുക്കുന്നതിനായി അവൻ്റെയും അവനോട് ചേരുന്നവരുടെയും നാശത്തിനായി അവൻ്റെ ഹൃദയം തിരിക്കണമേ. ഞങ്ങളെ അങ്ങയുടെ കരത്താൽ രക്ഷിക്കണമേ. കർത്താവെ, അങ്ങല്ലാതെ മറ്റാരുമില്ലാത്ത ഏകയായ എന്നെ സഹായിക്കണമേ. അങ്ങയ്ക്ക് എല്ലാറ്റിൻ്റെയും ജ്ഞാനമുണ്ട്. ഞാൻ അധർമ്മികളുടെ പ്രതാപം നിന്ദിച്ചിട്ടുണ്ടെന്നും അപരിചിതരുടെയും എല്ലാ വിദേശിയുടെയും കിടക്കയും വെറുക്കുന്നുവെന്നും അങ്ങയ്ക്ക് അറിയാമല്ലോ. എൻ്റെ ദുരവസ്ഥ അങ്ങ് അറിയുന്നു. ജനമധ്യത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ദിവസങ്ങളിൽ എൻ്റെ ശിരസിൽ അണിയുന്ന എൻ്റെ ഉന്നത സ്ഥാനചിഹ്നം ഞാൻ വെറുക്കുന്നു. ഞാൻ അതിനെ ആർത്തവ തുണി പോലെ വെറുക്കുന്നു. എൻ്റെ വിശ്രമ ദിവസങ്ങളിൽ ഞാൻ അത് ധരിക്കുന്നില്ല. ഹാമാന്റെ മേശയിൽ നിന്ന് അങ്ങയുടെ ദാസി ഭക്ഷിച്ചിട്ടില്ല. രാജാവിൻ്റെ വിരുന്ന് ഞാൻ മാനിച്ചിട്ടില്ല. പാനീയാഗങ്ങളിലെ വീഞ്ഞ് ഞാൻ കുടിച്ചിട്ടില്ല. എൻ്റെ സ്ഥാനലബ്ധിയുടെ നാൾ മുതൽ ഇന്ന് വരെ കർത്താവെ, അബ്രാഹത്തിന്റെ ദൈവമായ അങ്ങിലല്ലാതെ അങ്ങയുടെ ഈ ദാസി ആനന്ദിച്ചിട്ടില്ല. എല്ലാറ്റിൻ്റെയും മേൽ പ്രബലനായ ദൈവമേ, ആശയറ്റവരുടെ ശബ്ദം ശ്രവിക്കണമേ. തിന്മ ചെയ്യുന്നവരുടെ കരങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്നെ ഭയത്തിൽ നിന്ന് രക്ഷിക്കണമേ. എസ്തറിന്റെ പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള തിരുവചനങ്ങൾ. 3-ാം ദിവസമായപ്പോൾ എസ്തർ രാജകീയമായി വസ്ത്രമണിഞ്ഞ് രാജകൊട്ടാരത്തിന്റെ അകത്തെ അങ്കണത്തിൽ രാജമന്ദിരത്തിനു നേരെയായി നിന്നു. രാജാവ് രാജധാനിയിൽ മന്ദിരവാതിലിനു നേരെ തന്റെ രാജകീയ സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു. എസ്തർ രാജ്ഞി അങ്കണത്തിൽ നിൽക്കുന്നത് രാജാവ് കണ്ടപ്പോൾ അവൾ അവന്റെ ദൃഷ്ടികളിൽ പ്രീതിയുണർത്തി. തന്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണ ചെങ്കോൽ രാജാവ് എസ്തറിന്റെ നേർക്കു നീട്ടി. എസ്തർ അടുത്തു ചെന്ന് ചെങ്കോലിന്റെ അഗ്രത്തിൽ തൊട്ടു. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം. പാറാവങ്കണത്തിൽ ജെറമിയ ബന്ധനസ്ഥനായി തുടരുമ്പോൾ രണ്ടാമതും കർത്താവിന്റെ വചനം ഇപ്രകാരമുണ്ടായി. ഭൂമിയെ സൃഷ്ടിച്ച കർത്താവ്, സ്ഥായിയാക്കാനായി അവളെ രൂപപ്പെടുത്തിയ കർത്താവ്, കർത്താവ് എന്നാണ് അവിടുത്തെ നാമം, ഇങ്ങനെ അരുൾ ചെയ്യുന്നു: എന്നോട് വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്കു മറുപടി നൽകാം. നിനക്കറിവില്ലാത്ത മഹത്വവും നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്കു വെളിപ്പെടുത്താം. എന്തെന്നാൽ ഉപരോധ മൺതിട്ടകളെയും വാളിനെയും പ്രതിരോധിക്കാനായി തകർത്തിടപ്പെട്ട നഗരഭവനങ്ങളെക്കുറിച്ചും യൂദരാജാക്കന്മാരുടെ കൊട്ടാരങ്ങളെക്കുറിച്ചും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: കൽദായരോട് യുദ്ധം ചെയ്യാൻ വരുന്ന അവർ എൻ്റെ കോപത്തിലും ക്രോധത്തിലും ഞാൻ പ്രഹരിച്ച മനുഷ്യരുടെ ജഡങ്ങൾ കൊണ്ടും അവ നിറയ്ക്കാനുള്ളവരാണ്. അവരുടെ ഓരോ തിന്മയും നിമിത്തമാണ് ഞാൻ ഈ നഗരത്തിൽ നിന്നും എൻ്റെ മുഖം മറച്ചിരിക്കുന്നത്. ഇതാ, ഞാൻ അവൾക്കു സൗഖ്യവും രോഗശാന്തിയും നൽകുന്നവനാണ്. ഞാൻ അവരെ സുഖപ്പെടുത്തുകയും അവർക്ക് സമാധാനത്തിൻ്റെയും വിശ്വസ്തതയുടെയും സമൃദ്ധി വെളിപ്പെടുത്തുകയും ചെയ്യും. യൂദായുടെ പ്രവാസികളെയും ഇസ്രായേലിന്റെ പ്രവാസികളെയും ഞാൻ തിരിച്ചു കൊണ്ടുവരും. ആരംഭത്തിൽ എന്ന പോലെ അവരെ ഞാൻ പടുതുയർത്തും. എന്നോട് അവർ ചെയ്ത സകല അപരാധത്തിലും നിന്ന് ഞാൻ അവരെ ശുദ്ധീകരിക്കും. അവർ എന്നോട് മറുതലിച്ചതും എന്നോട് ചെയ്തതുമായ അപരാധങ്ങളെല്ലാം ഞാൻ ക്ഷമിക്കും. ഞാൻ അവർക്ക് ചെയ്യുന്ന ഓരോ നന്മയെ പറ്റി കേൾക്കുന്ന ഭൂമിയിലെ സകല ജനതകൾക്കും മുമ്പാകെ അവൾ എനിക്കു സന്തോഷസ്മരണയും സ്തുതിയും മഹത്വവുമായി തീരും. ഞാൻ അവൾക്കു വേണ്ടി ചെയ്യുന്ന സകല നന്മയെയും സകല ഐശ്വര്യത്തെയും പ്രതി അവർ ഭയന്നു വിറയ്ക്കും. കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: ഒരു മനുഷ്യനും മൃഗവുമില്ലാതെ ഇത് ശൂന്യമായിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന ഈ സ്ഥലത്ത്, യൂദാ നഗരങ്ങളിലും ഒരു മനുഷ്യനും താമസക്കാരനും മൃഗവുമില്ലാതെ വിജനമായ ജെറുസലേം തെരുവീതികളിലും ഇനി മാറ്റൊലി കൊള്ളുന്നത് ഇവയായിരിക്കും: സന്തോഷധ്വനി, ആനന്ദനാദം, മണവാളന്റെ സ്വരം, മണവാട്ടിയുടെ സ്വരം, സൈന്യങ്ങളുടെ കർത്താവിനെ സ്തുതിക്കുവിൻ. അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ് എന്ന് പറയുന്നവരുടെ, അതായത് കർത്താവിന്റെ ആലയത്തിലേക്കും
കൃതജ്ഞതയാഗം കൊണ്ടുവരുന്നവരുടെ സ്വരം എന്നിവ എന്തെന്നാൽ, ആരംഭത്തിൽ എന്ന പോലെ ഞാൻ ദേശത്തിന്റെ പ്രവാസികളെ തിരിച്ചു കൊണ്ടുവരുന്നു. കർത്താവ് അരുൾ ചെയ്യുന്നു. സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: ഒരു മനുഷ്യനും മൃഗവുമില്ലാതെ ശൂന്യമായിരിക്കുന്ന ഈ സ്ഥലത്തും ഇതിന്റെ എല്ലാ നഗരങ്ങളിലും അജഗണത്തെ കിടത്തുന്ന ഇടയന്മാരുടെ താവളം വീണ്ടും ഉണ്ടാകും. ഇനിയും മലമ്പ്രദേശത്തെ പട്ടണങ്ങളിലും താഴ്വരയിലെ പട്ടണങ്ങളിലും നെഗേബിലെ പട്ടണങ്ങളിലും ബെഞ്ചമിൻ ദേശത്തും ജെറുസലേമിന്റെ ചുറ്റുപാടുകളിലും യൂദായുടെ പട്ടണങ്ങളിലും എണ്ണുന്നവന്റെ കൈകൾക്കും കീഴെ അജഗണം കടന്നു പോകും. കർത്താവ് അരുൾ ചെയ്യുന്നു: ഇതാ, ഇസ്രായേൽ ഭവനത്തെക്കുറിച്ചും യൂദാ ഭവനത്തെക്കുറിച്ചും ഞാൻ വാഗ്ദാനം ചെയ്ത നല്ല കാര്യം ഞാൻ നിറവേറ്റുന്ന ദിവസങ്ങൾ വരുന്നു. കർത്താവിന്റെ അരുളപ്പാട്. ആ നാളുകളിലും ആ സമയത്തും ദാവീദിന് നീതിമാനായ ഒരു മുളയെ ഞാൻ കിളിർപ്പിക്കും. അവൻ ദേശത്തു ന്യായവും നീതിയും നടത്തും. ആ ദിവസങ്ങളിൽ യൂദ രക്ഷിക്കപ്പെടുകയും ജെറുസലേം ഭദ്രമായി വസിക്കുകയും ചെയ്യും. കർത്താവാണ് നമ്മുടെ നീതി എന്നായിരിക്കും അവൾ വിളിക്കപ്പെടുന്നത്. എന്തെന്നാൽ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: ഇസ്രായേൽ ഭവനത്തിന്റെ സിംഹാസനത്തിലിരിക്കുന്ന ഒരുവൻ ദാവീദിന് ഇല്ലാതിരിക്കുകയില്ല. എന്റെ സന്നിധിയിൽ ദഹനയാഗം ഉയർത്തുന്നവനും ധാന്യയാഗം കാഴ്ചവെക്കുന്നവനും അനുദിന ബലികൾ അർപ്പിക്കുന്നവനുമായ ഒരുവൻ ലേവ്യ പുരോഹിതന്മാർക്ക് ഇല്ലാതിരിക്കുകയില്ല. ജെറമിയായ്ക്ക് കർത്താവിന്റെ വചനം ഇപ്രകാരമുണ്ടായി. കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: തക്ക സമയത്ത് പകലും രാത്രിയും ഇല്ലാതാക്കത്തക്ക വിധം പകലുമായുള്ള എൻ്റെ ഉടമ്പടിയും രാവുമായുള്ള എൻ്റെ ഉടമ്പടിയും തകർക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മാത്രമേ ഭരിക്കുന്ന ഒരു പുത്രൻ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇല്ലാതാകും വിധം എൻ്റെ ദാസനായ അവനോടും എൻ്റെ ശുശ്രൂഷകരായ ലേവ്യ പുരോഹിതരോടും ഉള്ള എൻ്റെ ഉടമ്പടിയും തകർക്കപ്പെടുകയുള്ളൂ. ആകാശ താരഗണം എണ്ണാനാകാത്തവയും കടൽപ്പുറത്തെ മണൽ അളക്കാനാകാത്തവയും ആയിരിക്കുന്നത് പോലെ എൻ്റെ ദാസനായ ദാവീദിന്റെ സന്തതികളെയും എന്നെ ശുശ്രൂഷിക്കുന്ന ലേവ്യരെയും ഞാൻ വർദ്ധിപ്പിക്കും. കർത്താവിന്റെ വചനം ജെറമിയായ്ക്ക് ഇപ്രകാരമുണ്ടായി. താൻ തിരഞ്ഞെടുത്ത ഇരുഭവനങ്ങളെയും കർത്താവ് പരിത്യജിച്ചിരിക്കുന്നുവെന്ന് ഈ ജനം സംസാരിച്ചതു നീ കണ്ടില്ലേ? അവർ എൻ്റെ ജനത്തെ തങ്ങളുടെ മുമ്പിൽ ഒരു ജനതയല്ലാത്ത വിധം അവഹേളിക്കുന്നു. കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്തിരിക്കുന്നു: പകലുമായും രാവുമായും എനിക്ക് ഉടമ്പടിയില്ലെങ്കിൽ ആകാശത്തിന്റെയും ഭൂമിയുടെയും ചട്ടങ്ങൾ ഞാൻ സ്ഥാപിച്ചിട്ടില്ലെങ്കിൽ മാത്രമേ അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും സന്തതികൾക്കുമേൽ അധികാരികളായി യാക്കോബിന്റെയും എൻ്റെ ദാസനായ ദാവീദിന്റെയും സന്തതികളിൽ നിന്ന് സന്തതിയെ എടുക്കാതെ ഉപേക്ഷിക്കുകയുള്ളൂ. എന്തെന്നാൽ ഞാൻ അവരുടെ പ്രവാസികളെ തിരികെ കൊണ്ടുവരികയും അവരോട് ആർദ്രനാകുകയും ചെയ്യൂ. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം, അധ്യായം 4. ആകയാൽ ജഡപ്രകാരം നമ്മുടെ പൂർവ്വപിതാവായ അബ്രാഹം എന്തു നേടി എന്നു നാം പറയും. അബ്രാഹം പ്രവൃത്തികളാലാണ് നീതിമത്കരിക്കപ്പെട്ടതെങ്കിൽ അവന് അഭിമാനത്തിനു വകയുണ്ട്, പക്ഷേ ദൈവസന്നിധിയിലല്ല. വിശുദ്ധ ലിഖിതം പറയുന്നത് എന്താണ്? അബ്രാഹം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കാക്കപ്പെട്ടു. ജോലി ചെയ്യുന്നവന് കൂലി ദാനമായല്ല, അവകാശമായാണ് കണക്കാക്കപ്പെടുന്നത്. പ്രവൃത്തി ചെയ്യാത്തവന്, അധർമ്മിയെ നീതിമത്കരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവന് അവന്റെ വിശ്വാസം നീതിയായി കണക്കാക്കപ്പെടുന്നു. പ്രവൃത്തികൾ കൂടാതെ ദൈവം നീതിമാനായി കണക്കാക്കുന്ന മനുഷ്യന്റെ സൗഭാഗ്യം ദാവീദും വർണ്ണിക്കുന്നു. ലംഘനങ്ങൾ ക്ഷമിക്കപ്പെടുകയും പാപങ്ങൾ മറയ്ക്കപ്പെടുകയും ചെയ്തവർ അനുഗ്രഹീതർ. കർത്താവ് ആർക്കെതിരെ പാപം കണക്കിലെടുക്കാതിരിക്കുന്നുവോ അവൻ അനുഗ്രഹീതൻ. പരിച്ഛേദിതർക്ക് മാത്രമോ ഈ അനുഗ്രഹം? അതോ അപരിച്ഛേദിതർക്കുമോ? നാം പറയുന്നു, വിശ്വാസം അബ്രാഹത്തിന് നീതിയായി പരിഗണിക്കപ്പെട്ടു. എങ്ങനെയാണ് പരിഗണിക്കപ്പെട്ടത്? പരിച്ഛേദനത്തിലോ അപരിച്ഛേദനത്തിലോ? പരിച്ഛേദനത്തിലല്ല, അപരിച്ഛേദനത്തിൽ. അപരിച്ഛേദിത സ്ഥിതിയിൽ വിശ്വാസത്തിലൂടെയുള്ള നീതിയുടെ മുദ്രയായി പരിച്ഛേദന അടയാളം അവൻ സ്വീകരിച്ചു. അത് അപരിച്ഛേദിതരായിരിക്കെ വിശ്വസിക്കുന്ന എല്ലാവർക്കും അവൻ പിതാവാകേണ്ടതിനും
അങ്ങനെ അത് അവർക്ക് നീതിയായി പരിഗണിക്കപ്പെടേണ്ടതിനും അതുവഴി അവൻ പരിച്ഛേദിതരുടെ പിതാവാകേണ്ടതിനുമായിരുന്നു. ഇത് പരിച്ഛേദനം സ്വീകരിച്ചവർക്ക് വേണ്ടി മാത്രമായിരുന്നില്ല. പ്രത്യുത നമ്മുടെ പിതാവായ അബ്രാഹത്തിന് അപരിച്ഛേദിത സ്ഥിതിയിൽ ഉണ്ടായിരുന്ന വിശ്വാസത്തിന്റെ കാലടികൾ പിന്തുടരുന്നവർക്ക് വേണ്ടി കൂടിയായിരുന്നു. ലോകത്തിന്റെ അവകാശിയാകും എന്ന വാഗ്ദാനം അബ്രാഹത്തിനോ അവന്റെ സന്തതിക്കോ ലഭിച്ചത് നിയമത്തിലൂടെയല്ല, വിശ്വാസത്തിന്റെ നീതിയിലൂടെയാണ്. എന്തെന്നാൽ നിയമത്തിൽ നിന്നുള്ളവരാണ് അവകാശികളെങ്കിൽ വിശ്വാസം ശൂന്യമാവുകയും വാഗ്ദാനം നിഷ്ഫലമാവുകയും ചെയ്യുന്നു. എന്നാൽ നിയമം ക്രോധമുളവാക്കുന്നു. നിയമമില്ലാത്തിടത്ത് ലംഘനവുമില്ല. അതിനാൽ വാഗ്ദാനം വിശ്വാസത്തിൽ നിന്നാണ്. അത് കൃപാനുസൃതം ഓരോ സന്തതിക്കും, അതായത് നിയമത്തിൽ നിന്നുള്ളവന് മാത്രമല്ല, അബ്രാഹത്തിന്റെ വിശ്വാസത്തിൽ നിന്നുള്ളവനും ഉറപ്പാക്കാനാണ്. അവൻ നാം എല്ലാവരുടെയും പിതാവാണ്. ഞാൻ നിന്നെ അനേകം ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും അസ്തിത്വമില്ലാത്തവയെ അസ്തിത്വത്തിലേക്ക് വിളിക്കുന്നവനുമായ ദൈവത്തിന്റെ മുൻപിലാണ് അവൻ വിശ്വാസം അർപ്പിച്ചത്. പ്രത്യാശയ്ക്കപ്പുറം പ്രത്യാശയോടെ നിന്റെ സന്തതി ഇപ്രകാരമായിരിക്കും എന്ന അരുളപ്പാടനുസരിച്ച് താൻ അനേകം ജനതകളുടെ പിതാവാകുമെന്ന് അവൻ വിശ്വസിച്ചു. തന്റെ ശരീരം 100 വയസ്സുള്ളതാണെന്നും മൃതപ്രായമാണെന്നും സാറായുടെ ഗർഭപാത്രം നിർജീവമാണെന്നും അറിയാമായിരുന്നിട്ടും അവന്റെ വിശ്വാസം ദുർബലമായില്ല. ദൈവത്തിന്റെ വാഗ്ദാനം അവൻ സംശയിച്ചില്ല. മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവന്റെ വിശ്വാസം അവന് നീതിയായി പരിഗണിക്കപ്പെട്ടത്. അവന് പരിഗണിക്കപ്പെട്ടു എന്നെഴുതിയിരിക്കുന്നത് അവനെ സംബന്ധിച്ചു മാത്രമല്ല, നമ്മെ സംബന്ധിച്ചു കൂടെയാണ്. നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും അത് പരിഗണിക്കപ്പെടും. അവൻ നമ്മുടെ അപരാധങ്ങളെ പ്രതി ഏൽപ്പിക്കപ്പെടുകയും നമ്മുടെ നീതിക്കായി ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസം.